കൂടാരമാകുന്ന നിങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നമുക്കായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. പ്രിസലോ, ഈ ലോകമാകുന്ന കൂടാരം ഒരു നാൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നാം നിത്യമായ ഒരു കൂടാരത്തിൽ എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം വഴിയിൽ കളഞ്ഞുപോയ വ്യക്തിത്വത്തെ പോലെ ആയിപ്പോകും. ഹല്ലേലൂയ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, ഭൂലോകത്തിലെ സകല സൃഷ്ടിക്കും മുമ്പേ ദൈവം നമ്മെ കണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ അമ്മയുടെ ഉദരത്തിലാണ് നാം ഉരുവായതെന്ന്. എന്നാൽ ബൈബിൾ പറയുന്നു, സ്തോത്രം ചെയ്തു, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരുന്നു. പ്രൈസലോ. ലോക സ്ഥാപനത്തിന് മുമ്പേ, ഈ ലോകം ഇവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ, സ്തോത്രം ചെയ്തു, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഭവനത്തിൽ ഞാനും നിങ്ങളുമുണ്ട്. ആ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ഈ ലോകത്തിലെ ശിഷ്ടകാല ജീവിതം കഴിയുമ്പോൾ നാം മടങ്ങിപ്പോകണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ, സ്തോത്രം ചെയ്തു, ആ പദ്ധതിക്കകത്ത് നാം ഉള്ളപ്പോൾ തന്നെ ദൈവം പിന്നെയും ആഗ്രഹിച്ചു നാം ഈ ഭൂമിയിൽ പിറക്കണം. മനുഷ്യന് പാർപ്പാനാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. ഇത് ഒരു അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായി ഭൂമിയിൽ വരും. ഇത് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഒന്നാമത് പാർക്കുന്ന ഒരു കൂടാരമാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം എന്ന കൂടാരം. ആ കൂടാരത്തിൽ നാം ചില നാളുകൾ, ചില മാസങ്ങൾ പാർക്കും. അത് 1 മാസമല്ല, 2 മാസമല്ല, 5 മാസമല്ല, 6 മാസമല്ല. നാം പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ 9 മാസവും 9 ദിവസവും 9 വിനായികയും എന്ന കണക്കുകളൊക്കെ ഉണ്ട്. എന്നാൽ കണക്കുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ, സ്തോത്രം ചെയ്ത്, ഹല്ലേലൂയ, 8-ാം മാസത്തിലും 7-ാം മാസത്തിലും 9-ാം മാസത്തിലും പൂർണ്ണമായി വളർച്ചയെത്തിയൊക്കെ മനുഷ്യൻ പ്രസവിക്കുന്നുണ്ട്. അങ്ങനെയല്ലെങ്കിൽ, സ്തോത്രം, ഇപ്പോൾ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചൊരു പദ്ധതിയുണ്ട്, സിസേറിയൻ എന്ന് പറഞ്ഞാൽ വയറൊക്കെ പുലർന്ന് നമ്മളെ പുറത്തെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. മനസ്സിലോ? അപ്പൊ ഒന്നാമത്തെ ഭവനമാകുന്ന സ്തോത്രം ചെയ്യുന്നു ആ കൂടാരത്തിൽ നിന്ന് നാം ഈ ഭൂമിയിലേക്ക് ഒരു ദിവസം പറന്നു വരും. അത് 2-ാമത്തെ കൂടാരം. ഹല്ലേലൂയ. ഈ 2-ാമത്തെ കൂടാരത്തിൽ നമുക്ക് എന്നും പാർക്കുവാൻ കഴിയത്തില്ല. കാരണം അമ്മയുടെ ഉദരത്തിനകത്തായിരുന്നപ്പോൾ അധ്വാനിക്കണ്ട, കഷ്ടപ്പെടണ്ട. അമ്മ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഊർജ്ജമൊക്കെ വലിച്ചു കുടിച്ച് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്നാൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ അതല്ല അവന്റെ അവസ്ഥ. അമിശ്രം അവന്റെ ചിന്തകൾക്ക് വ്യത്യാസം വരുന്നു, വളർച്ചയ്ക്ക് വ്യത്യാസം വരുന്നു, അവന്റെ മനോഭാവത്തിന് വ്യത്യാസം വരുന്നു. ഈ 2-ാമത്തെ കൂടാരമാകുന്ന ഈ ഭൂമിക്കകത്ത് നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ, സ്തോത്രം, നാം പാപത്തിലേക്ക്, നമ്മുടെ ചിന്തകളും നമ്മുടെ കണ്ണും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും പാപത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ 2 ഇടങ്ങളിൽ നമ്മൾ പാപത്തെക്കുറിച്ച് അറിഞ്ഞില്ല. ഒന്ന്, ലോകസ്ഥാപനത്തിനു മുമ്പ് ദൈവം നമ്മെ സൃഷ്ടിച്ച ദൈവിക ഭവനം. 2, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം. അവിടെ ഒന്നും നാം പാപത്തെ കാണുകയോ പാപത്തിന് വേണ്ടി നമ്മൾ ഓടുകയോ ചെയ്തില്ല. എന്നാൽ 3-ാമത് നാം എത്തിപ്പെട്ടിരിക്കുന്ന ഭൂമിയിൽ പാപത്തിന്റെ, സ്തോത്രം ചെയ്തു, ഒത്തിരി സ്രോതസ്സുകൾ നമ്മുടെ മുമ്പിൽ കൺപിടിച്ചു നിൽക്കുമ്പോൾ അതിന്റെയൊക്കെ പുറകിലാണ് നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളും. എന്നാൽ ഈ 3-ാമത്തെ ഭവനത്തിനകത്തായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ദൈവം ഒരുക്കപ്പെട്ട വേറൊരു ഭവനമുണ്ട്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നമ്മളെ കരം പിടിക്കുവാൻ നമ്മെ കരുതുന്ന സഭയാകുന്ന കൂടാരം. സ്തോത്രം. ആ സഭയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എവിടേക്കാണ്? ക്രിസ്തുവിന്റെ സഭയിലേക്ക്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭയാകുന്ന കൂടാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ ഈ ദേശത്തിൽ എവിടെയോ ഒരു സഭയുണ്ട്. ആ സഭയിൽ പോയി നിങ്ങൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഇടയായി തീരണം. പാപമെന്ന ഈ ലോകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ നമുക്ക് വഴി കാണിച്ചിരുന്ന
ഒരിടമാണ് സഭ എന്ന കൂടാരം. ആ സഭ എന്ന കൂടാരത്തിൽ നമ്മൾ എത്തപ്പെട്ടാൽ അവിടെ നമുക്ക് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാൻ കഴിയും. നല്ല ശമരിയക്കാരനാകുന്ന ക്രിസ്തുവിനെ നമുക്കവിടെ പരിചയപ്പെടുത്തി തരും. ആ ക്രിസ്തുവിനെ നാം രക്ഷകനായി സ്വീകരിച്ചാൽ ആ രക്ഷകൻ നമ്മളെ കരം പിടിച്ച് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ എത്തിക്കും. അതിനിടയിൽ പാപം ചെയ്ത മനുഷ്യൻ, സ്തോത്രം ചെയ്ത ഹല്ലേലൂയ, പാപം ചെയ്താലും ഇല്ലെങ്കിലും അവൻ പിന്നെ ഒരു കൂടാരമുണ്ട്, 6 അടി മണ്ണ്. ഹല്ലേലൂയ. 6 അടി മണ്ണിൽ മനുഷ്യൻ ഒതുങ്ങുമ്പോൾ, സ്തോത്രം, എല്ലാവരും പറയും അവൻ തീർന്നു എന്ന്. അല്ല, 6 അടി മണ്ണിൽ ഒരു മനുഷ്യൻ മരിച്ച് അടക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് അവൻ ഉദയം ചെയ്യുന്ന നാഴിക മുൻപിലുണ്ടെന്ന്, സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു. 6 അടി മണ്ണിൽ ഒതുങ്ങിപ്പോകുന്നതല്ല മനുഷ്യന്റെ ആത്മാവ്. എന്നാൽ ഈ ശരീരം 6 അടി മണ്ണിൽ ഒതുങ്ങാം, 6 അടി മണ്ണിൽ നഷ്ടപ്പെടാം, സ്തോത്രം നശിച്ചു പോകാം. എന്നാൽ അകത്ത് ദൈവം ഊതി വെച്ച ദൈവത്തിന്റെ ആത്മാവ് 6 അടി മണ്ണിൽ ഒതുങ്ങിപ്പോകുന്നില്ല. ആ കൂടാരം വിട്ട് കാഹളം ധരിക്കുമ്പോൾ, ദൈവ ശബ്ദം കേൾക്കുമ്പോൾ, സ്തോത്രം ചെയ്യുന്നു, ഈ ആത്മാവ് അവിടെ രൂപാന്തരം പ്രാപിച്ചിരുന്നേൽപ്പാനിടയായിത്തീരുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നിത്യമാകുന്ന സ്വർഗരാജ്യം എന്ന ഭവനത്തിലേക്ക്, സ്തോത്രം, നാം എത്തിച്ചേരണം. എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. സ്തോത്രം, ഈ ലോകത്തിൽ കുറച്ചു കാലം ജീവിപ്പാൻ നമുക്ക് അവസരം തരുമ്പോൾ നമ്മെ അയച്ച ഇടത്തേക്ക് നമ്മൾ മടങ്ങി ചെല്ലണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് അവസാനം, സ്തോത്രം, സ്വർഗരാജ്യം എന്ന കൂടാരത്തിൽ നാം എത്തിച്ചേരണം. ഇല്ലെങ്കിൽ നരക കൂടാരമെന്ന പാതാളത്തിൽ ഞാൻ നിങ്ങളും അകപ്പെട്ടു പോകും. ആ നരകമാകുന്ന പാതാളമാകുന്ന കൂടാരത്തിൽ ഞാൻ നീ അകപ്പെട്ടു പോകാതെ സ്വർഗരാജ്യമെന്ന ആ സന്തോഷം അനുഭവിക്കുന്ന നിത്യഭവനമാകുന്ന കൂടാരത്തിൽ, ആ സ്വർഗരാജ്യത്തിൽ ഞാൻ നിങ്ങളും എത്തിച്ചേരണമെന്ന് നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആഗ്രഹ സബലീകരണത്തിനും പൂർത്തീകരണത്തിനും വേണ്ടിയിട്ടാണ് കർത്താവാകുന്ന യേശു ക്രിസ്തു സകല മഹിമകളും വെടിഞ്ഞ് കന്യകളിൽ ജനിച്ച് ഈ ലോകത്തിൽ വന്ന്